വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. എത്രയും സ്നേഹിക്കപ്പെട്ടവരെ, കടന്നു വന്ന എല്ലാ സ്നേഹിതർക്കും ഒരു സന്ധ്യാവന്ദനമെ അറിയിക്കുന്നു. ഈ വൈകിയ വേളയിൽ നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മളെ എത്രയും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ജിബുവിൻ്റെയും ജിറ്റിയുടെയും പ്രിയ വിമൽ മോടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആഘോഷത്തിനായിട്ടാണ്. നമ്മുടെ ഏതൊരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥനാപൂർവമായ ഒരു തുടക്കമാണ്. ഒരു പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ചർച്ച് ഓഫ് ഗോഡിന്റെ ബ്രദർ സാബു അവരുടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ബ്രദർ സാബു അവരുടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇങ്ങനെ ഇവിടെ കൂടി വരുവാൻ തക്കവണ്ണം ഇടയായതിന്റെ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രദർ ജിബുവിന്റെ സഹോദരി ജിറ്റിയുടെ ജീവിതത്തില് ദൈവം അവർക്ക് ദാനമായി കൊടുത്ത പൈതലിന്റെ 2 വർഷങ്ങളെ പിന്നിട്ട് 3ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തുടങ്ങുന്ന ഈ സാഹചര്യത്തില് നമുക്കറിയാം, ഒരു കുടുംബ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തലമുറ എന്നുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തില് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, പ്രത്യേക ഈ രാജ്യത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വളരെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരെ എങ്ങനെ വളർത്തണം, എപ്രകാരം അവരെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വളരെ നന്നായിട്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ചിന്തയുണ്ട്. ആയുസ്സും ആരോഗ്യവും പിള്ളേർക്ക് കൊടുത്ത് ദൈവത്തെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ് കർത്താവേ. ബ്രദർ ജിബുവിന്റെയും സഹോദരി ചിറ്റിയുടെയും ജീവിതത്തില് അവരുടെ കർത്താവർക്ക് ദാനമായി കൊടുത്ത പൈതല് 2 വർഷക്കാലം പിന്നിട്ട് 3ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഇങ്ങനെ ഒരു അവസരം കൂടെ ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവേ. അവരുടെ കുടുംബ ജീവിതത്തില് കർത്താവ് പൈതലിനെ അവർക്ക് വളർത്തുവാൻ എത്രത്തോളം ദൈവം അവർക്ക് കൃപ കൊടുത്തു. ദൈവം അവർക്ക് അതിനുള്ളതായ ബുദ്ധിയും ജ്ഞാനവും അറിവും ദൈവകൃപയും എല്ലാം കൊടുത്തതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതലിനെ ഈ സമയം ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. 2 വർഷക്കാലം ദൈവം അവരുടെ ജീവിതത്തിൽ ദാനമായി കൊടുത്തു. ആരോഗ്യം ബലവും ദൈവം കൊടുത്തു. രോഗങ്ങൾ കടന്നു വരാമെന്ന സാഹചര്യങ്ങളിൽ എല്ലാം ദൈവം വിടുവിച്ച് ഈ 3ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപരിയായി ഈ 3ാമത്തെ വർഷം ദൈവം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവം പൈതങ്ങളുടെ മേൽ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാലാരിഷ്ടകളിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കണമേ. ദൈവകൃപയിൽ വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കർത്താവെ അവരെ ദൈവം സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, കൃപയുടെ കരങ്ങളിൽ വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ നടക്കുന്ന എല്ലാവിധമായിരിക്കുന്ന കർത്താവെ ഈ പ്രോഗ്രാമുകളെ ദൈവം സഹായിക്കണമേ, ദൈവ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. എല്ലാവരും വളരെ ശാന്തതയായി കർത്താവെ മടങ്ങി പോകുവോളം ദൈവകൃപയുടെ കരങ്ങൾ വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടികളുടെ പ്രാർത്ഥന യാചനം കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ബ്രദർ സാബു അവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ ഞാൻ പ്രത്യേകിച്ച് ജിബുവിനെയും ജിറ്റിയും ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ കൂടി ജിബു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ വള്ളംകുളം എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് KIT ഞങ്ങളുടെയൊക്കെ ബാബുഷാ ആൻ്റെയും ബിജിലി ആൻ്റിയുടെയും മകനാണ്. ജിബുവിന് ഒരു സിസ്റ്ററാണുള്ളത്. അവര് ജിലുവും ഫാമിലിയും ബഹറിൻ സെറ്റിൽഡ് ആണ്. ജിബുവിന്റെ വീട്ടുപേര് കിഴക്കേ ചിറമേൽ എന്നാണ്. അവിടെ തന്നെ ഞങ്ങളുടെ സമീപദേശമായ തിരുവനന്തപുരം തത്തുകാട്ടിൽ PT മത്തായി കുട്ടിയുടെയും LC കുട്ടിയുടെയും മകളാണ് നമ്മുടെ ജിറ്റിക്ക് ഒരു സിസ്റ്ററാണുള്ളത്, ജിൻസി. അവരെ ഫാമിലിയായിട്ട് UK സെറ്റിൽഡ് ആണ്. രണ്ടുപേരും ഈ കുവൈറ്റിന്റെ ദേശത്തെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ജിബു വന്നിട്ട് 5 വർഷമായിരുന്നു അല്ലേ? 5 വർഷവും ജിറ്റി വന്നിട്ട് 1 വർഷവും 2 വർഷം. ഓക്കെ, രണ്ടുപേരും ഈ കുവൈറ്റിന്റെ ഈ എന്താ പറയാ ഈ ദേശത്ത് വന്നിട്ട് 5-2 വർഷമായി. അവർക്ക് ദൈവം കൊടുത്ത മീബൽ ജിബുവിന്റെ രണ്ടാമത്തെ ബർത്ത്, നമുക്കറിയാം നമ്മളൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് എപ്പോഴും വളരെ എന്താ പറയാ വലിയ ഇതോടെ നടത്തുന്നത്. എന്നാൽ ആ 1ാം ബർത്ത്ഡേയുടെ സമയത്ത് ആ മോളെ നാട്ടിലായിരുന്നതുകൊണ്ട് അവർക്ക് ആ ബർത്ത്ഡേ കൂടാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ ഈ ബർത്ത്ഡേ അവരുടെ ആ സന്തോഷത്തിൽ അവരെ സ്നേഹിക്കുന്ന നമ്മളേവരെയും അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. നമ്മളിവിടെ എത്തിച്ചേർന്നു. ഈ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി നമ്മളെ ക്ഷണിച്ചതിനുള്ള നന്ദി അവരോട് അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ജിബുവിന്റെ വിവാഹം നടന്നത് 2018 നമുക്കറിയാം. 2018 ആഗസ്റ്റ് മാസമാണ് ജിബുവിന്റെ വിവാഹം നടന്നത്. ഈ 2018 വർഷത്തിനൊരു പ്രത്യേകത അറിയോ? നമ്മൾ ആരും മറക്കാത്ത ഒരു വർഷമാണ് ഈ 2018. ആർക്കെങ്കിലും അറിയോ 2018 എന്തായിരുന്നു? പ്രളയം. അത് തന്നെ, രണ്ടും ഒരേ സമയത്തായിരുന്നു. ജിബുവിന്റെ കല്യാണവും അടുത്ത ദിവസം പ്രളയവുമായിരുന്നു. ഞാൻ തമാശ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് ജിബുവിന്റെ കല്യാണം കഴിഞ്ഞു, പിറ്റേ ദിവസം പ്രളയം. അപ്പൊ ഞങ്ങൾ ഈ മണിമലയാറിന്റെ തീരത്ത് താമസിക്കുന്നവരാ. അപ്പൊ നമുക്കങ്ങനെ ചെറിയ വെള്ളപ്പൊക്കത്തിലൊന്നും പേടിക്കുന്നവരല്ല. അപ്പൊ വെള്ളം പൊങ്ങി, വെള്ളം കയറി വന്നു. ജിബുവും ജിറ്റിയും തട്ടുംപുറത്ത് കയറി. കാരണം വെള്ളം പൊങ്ങും, 1-2 ദിവസം കൊണ്ട് താഴും. എന്നാൽ വെള്ളം നിലച്ചില്ല. വെള്ളം കിടന്ന് മുകളിലോട്ട് വന്നു. ജിബുവിന് മനസ്സിലായി തട്ടുംപുറത്ത് ഉദ്ദേശിച്ച 2ാം നിലയാകുമ്പോ അവിടെ 2ാം നില ചെയ്തിട്ട് കാര്യമില്ല. ജിബുവിനിക്കൊന്ന് കൊട്ടവഞ്ചിയോ വള്ളമോ പിടിച്ച് അതിലും ഉയർന്ന ഒരു പ്രദേശത്തേക്ക് അവർ രണ്ടുപേരോട് പോയി. അങ്ങനെ ഹണിമൂണ് മറ്റേ ക്യാമ്പല്ല കേട്ടോ, വീട്ടിലങ്ങനെ ഹണിമൂൺ ആഘോഷിച്ചു. അത് അവിടെ കൊണ്ട് തീർന്നതാണ് കരുതിയത്. സാധാരണ നമ്മൾ പറയാ ഈ കല്യാണമൊക്കെ കഴിയുമ്പം പ്രണയ ജോഡികൾ എന്ന് പറയുന്ന പോലെ വള്ളംകുളക്കാർ ഇവർക്കിട്ട പേര് പ്രളയ ജോഡികൾ എന്നായിരുന്നു ഇവർ കിട്ടുന്ന പേര്. അങ്ങനെ 2019 കഴിഞ്ഞു. ജിബു കുവൈറ്റിലേക്ക് തിരിച്ചു വന്നു. 2018 കഴിഞ്ഞു ജിബു കുവൈറ്റിലേക്ക് വന്നു. 2019 വീണ്ടും ജിറ്റി സൗദിക്കും പോയി. അങ്ങനെ ജിബു 2019 തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ കിടക്കുന്ന അവൻ കാല് കൂട്ടി പിറ്റേ ദിവസം വീണ്ടും വെള്ളപ്പൊക്കമായി. അതോടെ ഞങ്ങളുടെ വള്ളംകുളക്കാർ പറഞ്ഞു ഇവൻ ദുരന്തമാണെന്ന് പറഞ്ഞു. ഞാൻ തമാശ പറയുമ്പോൾ ഇത് അവരുടെ ജീവിതത്തിലെ ഒത്തിരി മാറ്റങ്ങളെ ദൈവം കൊടുത്തു. അവർക്ക് മിടുക്കിയായ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. അവരിന്നിവിടെ ആയിരിക്കുന്നു. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവരോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. നമുക്കറിയാം ഇവിടെ കടന്നു വന്നിരിക്കുന്ന അനേകരുണ്ട്. എല്ലാവരും പരസ്പരം അറിയത്തില്ലെങ്കിലും ഞാനായിട്ട് ഒന്ന് ജസ്റ്റ് പറയുകയാണ്. ജിബു വർക്ക് ചെയ്യുന്ന മോൺട്രിയൽ ക്ലിനിക്കിലെ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജിറ്റി വർക്ക് ചെയ്യുന്ന ബേദബ്ദുള്ളയിലെ സ്റ്റാഫുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പിന്നെ ജിബുവിന്റെയും ജിറ്റിയുടെയും ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ പോകുന്ന
ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ ചർച്ച് മെമ്പേഴ്സ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ജിബുവിന്റെ വള്ളംകുളം ദേശത്തുള്ള അവന്റെ സുഹൃത്തുക്കളെ അയൽവസുക്കളായിട്ടുള്ളവരെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ജിബു ഒരു വലിയ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. ഈഗിൾ ബാഡ്മിന്റൺ ടീംസിന്റെ മെമ്പേഴ്സ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ജിബു തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അങ്ങനെ തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ ഭാരവാഹികളെ ഓഫീസ് ബേറേഴ്സ് ഒക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജിബു ഇപ്പൊ താമസിക്കുന്നതും നേരത്തെ താമസിച്ചതുമായ ഫ്ലാറ്റിലെ നെയ്ബേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇനി കടന്നു വന്ന എല്ലാവർക്കും ജിബുവിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായിട്ട് ജിബു ജിറ്റിയും അവർക്ക് ദൈവം തന്ന നൽവരങ്ങൾക്ക്, അവർക്ക് ദൈവം തന്ന മറ്റു സന്തോഷത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അവരിരുവരും ചേർന്ന് ഒരു ഗാനം ആലപിക്കുകയാണ്. ഞാൻ എത്രയും സ്നേഹം നിറഞ്ഞ ജിബുവിനെയും ജിറ്റിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നുടനെ തന്നെ മുറിപ്പിച്ച് വിടുവാൻ ആരും ഓർക്കല്ലേ. ജിറ്റിക്ക് ഭയങ്കര ആഗ്രഹം സ്റ്റേജിൽ ഒരുമിച്ചിരിക്കണം. കല്യാണത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നിന്നിട്ടില്ല. ഞാൻ അന്ന് ഇന്ന് നിന്നേക്കാന്ന് പറഞ്ഞു. പാട്ട് പാടിയില്ല.
സൂപ്പരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നെ സൂപ്പരാ. താങ്ക് യു. താങ്ക് യു ജിബു ആൻഡ് ജിറ്റി, താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ, ഏതൊരു ബർത്ത്ഡേ ഫംഗ്ഷന്റെയും സുപ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആണ്. അപ്പം മിഡിൽ മോളെയും ജിബുവിനെയും ജിറ്റിയെയും അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞു കുട്ടികളെയും എല്ലാ കൊച്ചു കൂട്ടുകാരെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ദയവായിട്ട് എല്ലാവരും പ്രത്യേകം ജിബുവും ജിറ്റിയും മിഡിൽ മോളുമായിട്ട് അവർ കയറുക പ്ലീസ്. വാ കൊച്ചു കുട്ടികളൊക്കെ ഈ പോലെ വാ, എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. വാ ജിബുകളും ജിറ്റിയാൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കാം. വാ കയറുക, ഭയങ്കര ബാക്കിലോട്ട് വാ, ഇവിടെ നിന്നോ, രണ്ട് സൈഡിലോട്ട് വാ, രണ്ട് സൈഡിലോട്ട് വാ, വാ വാ. കുഞ്ഞു പിള്ളേർ നല്ല ക്യാമ്പ് വെച്ചിരുന്ന എല്ലാരും ഇങ്ങോട്ട് നോക്കി, എല്ലാരും ഇങ്ങോട്ട് നോക്കി, അങ്ങനെ ഒരു ഫോട്ടോ എടുത്തോളൂ. അതിൽ കൂടെ തരുമോ? എല്ലാരും ആങ്കിളിലെ നോക്കി ആങ്കിളിലെ നമ്മളൊരു ഫോട്ടോ എടുത്ത് തിരിച്ചോണ്ട് എല്ലാവരും സ്മൈൽ പ്ലീസ്. കേൾക്കേണ്ടിയാ അതാണ് എല്ലാരും കൈ അടിക്കണം കേട്ടോ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാരും കൈ അടിക്കണേ. ഓക്കെ, Happy birthday,
കുഞ്ഞു മക്കളും പോയി കച്ചേറിയിരുന്നു. അങ്ങനെ വിളിക്കാം. ഇനി വിളിക്കും വരണം കേട്ടോ. കേക്ക് നിങ്ങളെ അങ്കിളുമാര് നിങ്ങൾക്ക് കേക്ക് കൊണ്ട് തരും. അത് കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ വിളിക്കുമ്പോൾ എല്ലാവരും സ്റ്റേജിൽ വരണം കേട്ടോ. ഓക്കെ, ഇതൊന്ന് മാറ്റം വെച്ചിരുന്നു. ഇതാണ് ഒരു ക്യാമ്പ്. ഈ ഒരു ക്യാമ്പ് എത്രയും പ്രിയപ്പെട്ടവരെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ആശംസകളൊക്കെ അർപ്പിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, കരോക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കരോക്കെ ഇവിടെ ഇട്ട് തരാം. അങ്ങനെ നിങ്ങൾക്ക് വിശാലമായ ഒരു സ്റ്റേജുകളുണ്ട്. കുട്ടികൾക്കോ മുതിർന്നവർക്കോ എൻ്റെ കൂടെ ഉള്ളവർക്കും എൻ്റെ കൂടെ ഒക്കെ എന്നെ പറ്റി 2 വാക്ക് നല്ലത് പറയണമെന്ന് ആഗ്രഹത്തോട് വന്നവരൊക്കെ ഉണ്ട്. എനിക്കറിയാം. സമയമുണ്ട് കേട്ടോ, കടന്നു വരാം. അതുപോലെ അടുത്തായിട്ട് ഞാൻ നമ്മുടെ ജിറ്റിയുടെ പപ്പായുടെ സിസ്റ്റർ ഹസ്ബൻഡും അതുപോലെ തന്നെ അൽമുള്ള എക്സ്ചേഞ്ചിന്റെ ജനറൽ മാനേജറുമായ എത്രയും ബഹുമാനപ്പെട്ട ഫിൽ കോച്ചാറിനെ ഞാൻ 2 വാക്ക് ആശംസ അറിയിക്കുന്നതിനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നല്ല കൈകളിലൂടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഫിൽ കോച്ചാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. അദ്ദേഹം കുവൈൻ അൽമുള്ള എക്സ്ചേഞ്ചിന്റെ ജനറൽ മാനേജറുടെയാണ്. താങ്ക് യു. ഗുഡ് ഈവനിങ് എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം. ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേരൊന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. എൻ്റെ പേര് ഫിലിപ്പ്. എൻ്റെ വൈഫിൻ്റെയും അവരായിട്ടും ചേട്ടത്തിൻ്റെ ജിറ്റിയുടെ മാവിയാണ് അവര്. അപ്പം എനിക്ക് തോന്നിയത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജെയിംസാണ് കാണുവാണെങ്കിൽ ജെയിംസാൻ ഇല്ലാത്ത സ്ഥലത്ത് ഞാനിവിടെ ധൈര്യമായിട്ടിരുന്നു. എൻ്റെ അളിയൻ്റെ മോളാണ്, കൊച്ചുമോളെ ആണ് ഇന്നിവിടെ ബർത്ത്ഡേ ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഇവരുടെ മാരേജ് കല്യാണമൊക്കെ നടക്കുമ്പോൾ, ആലോചനയൊക്കെ നടന്നപ്പോൾ ഞങ്ങളൊക്കെ അവിടെ അതൊക്കെ നടന്നു. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. 3 വർഷം 4 വർഷമൊക്കെ ആയി ഓൾമോസ്റ്റ്. അന്നേരം ഒരു കുഞ്ഞായി. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവം അവർ കൊടുത്തു. കഴിഞ്ഞ 2 വർഷം ദൈവം അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്തുണ്ട്. ഞങ്ങൾക്ക് ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അറിയുന്നവർ കേൾക്കണം. യേശു ക്രിസ്തു എന്ത് ചെയ്തു കേട്ടോ? ഇങ്ങനെ നടന്ന വഴി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയാമോ? കുഞ്ഞുങ്ങളെ സെൻഡ് ദ ചിൽഡ്രൻ ടു മീ. എന്നിട്ട് അവിടെയുള്ള ശിഷ്യന്മാരും പലയിടത്തും ചോദിച്ചു. അവർക്ക് എല്ലാവർക്കും അറിയേണ്ടത് സ്വർഗരാജ്യത്തിൽ what is the conditions, how could we reach to the heaven, kingdom of heaven? അത് ഈ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കുമെന്ന് ശിഷ്യന്മാരും എല്ലാവരും ചോദിച്ചപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, if you be like it, this small children, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ട് ആയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റും. എന്താണ് അത് പറയാൻ കാര്യം? It is all applicable to all the adults here. നമ്മളെല്ലാം കല്യാണം, all family people I know. It is really applicable to every individual today. What Jesus said is, if you don't turn to like a child, you will never enter the heaven or anymore. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തോ നിഷ്കളങ്കത, സെൽഫിഷ്നെസ് ഇല്ല. അവരെ ഒന്ന് അടിച്ചാൽ പോലും, അവരൊന്ന് കരഞ്ഞാൽ പിന്നെ മറന്നുപോകും. എല്ലാ കുഞ്ഞുങ്ങളുടെ സ്വഭാവം കണ്ടിട്ടുണ്ടോ? ഒരു അസൂയില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ അവരെല്ലാം ഒന്ന് പിച്ചിയാൽ പോലും ഒന്ന് കരയും, പിന്നെ അവർ മറന്നു പോകും ആരാ പിച്ചിയ. ഈ സ്വഭാവം മനുഷ്യനുണ്ടായിരിക്കണം എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്.
ഇന്ന് ലോകത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. അപ്പൊ ഇത് മടങ്ങി വരണമെന്ന് ആരാ പറയുന്നത്? യേശു ക്രിസ്തു. അപ്പൊ ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയപ്പോൾ ചെറിയ സന്ദേശം കൂടെ ആയിക്കോട്ടെ. നമ്മുടെ ലോകത്തിൽ സമാധാനവും, ഒരു മനുഷ്യനെ പോലെ കാണാൻ പറ്റാത്തതും, സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്ത കാര്യം എന്താ? ഇത് യേശു കണ്ടിട്ട് പറയാ, ഇവരൊന്നും സ്വർഗരാജ്യം കൂടുതൽ കേട്ടോ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? Turn to child like a babes. അപ്പം ഇതൊരു സന്തോഷമായിട്ടുള്ള കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണല്ലോ. ആ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു കുഞ്ഞിനെ കൊടുത്തു. ജിറ്റിയും ജിബുനും ഭയങ്കര ഉത്തരവാദിത്തമുണ്ട്. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന എല്ലാം നല്ലതാണ്. അവരെ ദൈവഭക്തിയിലും വളർത്താൻ വളരെ റെസ്പോൺസിബിൾ ഉണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ജെയിംസാന് 2 മരുമക്കളുണ്ട്. അവർ 2 സണ്ണിനെ കൊടുത്തു, സണ്ണിനെ കൊടുത്തു. 2 പേരും വളരെ അനുഗ്രഹിക്കപ്പെട്ടു. ജിബുലിയൊക്കെ ഫാദറും മദറും പിടിച്ചാൽ കണ്ടോണ്ടിരിക്കുകയായിരിക്കും അവർ. പക്ഷേ അവരെല്ലാം ദൈവം അനുഗ്രഹിക്കുന്ന നല്ലൊരു കുടുംബത്തെയാണ് ഞങ്ങൾക്ക് ബന്ധം തന്നു. അവിടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് എല്ലാം 2 മാവിമാരോട് ഇരിക്കൊണ്ട് നിങ്ങളൊന്ന് നിന്നൊന്ന് കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഒന്ന് നിൽക്കാൻ പറ്റും ധൈര്യമായിട്ട് നിന്നെ അവർ കാണട്ടെ മാവിമാർ ആരാണെന്ന്. ഇതാ 2 മാവിമാർ കുറെ വർഷം കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. എന്റെ വൈഫാണ്, വൈഫിന്റെ അനിയത്തിയാണ്. യെസ്, എല്ലാം so blessed. And may God bless you abundantly. Thank you for patiently listening to me what I said. God bless you all. Thank you, Vilpija. Thank you so much. അടുത്ത ആളുടെ ഓക്കെ, അടുത്തതായിട്ട് ഒരു ആശംസ അറിയിക്കാനാണ് തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരത്തിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് ജിബു. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട ജിബു ആൻഡ് ജിത്തി, പ്രിയപ്പെട്ട കുഞ്ഞ് മീവൽ, ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട അൽമുളയുടെ ഫിലിക്കോശി സാറ്, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാർ, ഞാനിന്ന് ഇവിടെ നിൽക്കുന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട റൈജു ഓർമ്മിച്ചതുപോലെ 2018 തുടങ്ങിയ അവരുടെ പ്രണയം സാക്ഷാത്കരിച്ചു. അതോടൊപ്പം തന്നെ അത് ഞാൻ റൈജു പറഞ്ഞതൊരു തമാശ രീതിയിൽ പറഞ്ഞെങ്കിലും അവരുടെ പ്രളയത്തിൽ എങ്ങനെ ഒഴുകി നടന്നു. നോഹി ഒരു പെട്ടകം നൽകിയതായിട്ട് റൈജു പറഞ്ഞില്ല, അത് ഞാൻ ഓർപ്പിക്കുകയാണ്. നോഹി ഒരു പെട്ടകം നൽകി, നല്ലൊരു കുഞ്ഞിനെയും നൽകി. അതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കാണുവാനും ഇങ്ങനെ ഒരു അവസരം കിട്ടുവാനും ഇടയായതിൽ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞിന് ഏറ്റവും നല്ല രീതിയിലുള്ള ജന്മദിന ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞങ്ങളുടെ ഭാരവാഹികളും ഓഫീസ് ബേയേഴ്സും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജിബു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ഞങ്ങളുടെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.